അല്ലാഹു വലിയ വിജയം നൽകിയ ഈ ഉമ്മത്തിന് വിജയമുണ്ട് എന്ന സന്തോഷ വാർത്ത. ഏത് പരാജയങ്ങൾക്ക് ശേഷവും ഈ ഉമ്മത്തിന് വിജയമുണ്ട്. 13 കൊല്ലം ഒരു യുദ്ധത്തിന് മറുപടി പോലും കൊടുക്കാൻ കഴിയാതെ, ഇങ്ങോട്ടൊരു അടി കിട്ടിയാൽ തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ പോലും പറ്റാതെ സ്വഹാബികളായ ആളുകളെ നിർദാക്ഷിണ്യം കൊന്നുകളഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു പോകുന്നു, റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾക്കൊക്കെ സംഭവിച്ചത് അതിന് സമാനമായതോ അതിലേറെയോ സ്വഹാബിമാർ ഹബീബിന്റെ കാലത്ത് മക്കയിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ടല്ലോ. ആലോചിച്ചു നോക്കൂ. ആ സമയം സംയമനം പാലിക്കണം, നിസ്കാരം നിലനിർത്തുക. ഇതായിരുന്നു അല്ലാഹുവിന്റെ നിയമം. സംയമനം പാലിക്കണം, നിസ്കാരം നിലനിർത്തുക. കുഫു ഐദീകും വഖീമുസ്സലാ, നിസ്കാരം നിലനിർത്തിക്കോളൂ. അടി കിട്ടുന്നത് കൊണ്ടോളൂ, നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. അങ്ങനെ 13 കൊല്ലം പ്രതികരിക്കാതെ, 13 കൊല്ലം, 13 ദിവസമല്ല, 13 മാസമല്ല, 13 വർഷം മക്കയിൽ നുബുവത്തിന്റെ ശേഷം ഹബീബായ നബി തങ്ങൾ കഴിച്ചുകൂട്ടിയ ആ മക്ക കാലഘട്ടം മുഴുവനും ഒരു പ്രതിരോധം പോലും, നിബിതങ്ങളോടും സ്വഹാബികളോടും ഇങ്ങോട്ട് ദുൽമ ചെയ്യുന്നവരോട് തിരിച്ചൊരു മറുപടി പോലും കൊടുക്കരുത് എന്ന് പറഞ്ഞ് സ്വഹാബിമാർ ക്ഷമിച്ച് ക്ഷമയുടെ എല്ലാ അതിർവരമ്പുകളും കഴിഞ്ഞ് അവരെ മദീനയിലേക്ക് നാടുവിട്ട്, മദീനയിൽ പോലും അവരെ ജീവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് മദീനയിൽ ചെന്നതിന് ശേഷമാണല്ലോ ബദർ നടക്കുന്നത്. മദീനയിൽ ചെന്നതിന് ശേഷമല്ലേ ബദർ നടക്കുന്നത്. പരിശുദ്ധ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബികൾക്കും തിരിച്ചടിക്കാനുള്ള മറുപടി, അള്ളാഹുവിന്റെ അനുവാദം അള്ളാഹു നൽകുന്നത് ബദറിന്റെ സന്ദർഭത്തിലാണ്. ഉദിന ലില്ലദീന യുഖാതലൂൻ ബിഅന്നഹും ളുലിമൂ വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ. അപ്പോഴും നമ്മൾ അക്രമകാരികളല്ല, അക്രമം ചെയ്യാൻ പാടുള്ളതുമല്ല. ഉദിന ലില്ലദീന യുഖാതലൂൻ, ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവരോട്. അങ്ങനെയാണ്. നമ്മളാരും ചാവേർ ബോംബുകളാവാൻ പാടില്ല. നമ്മളാരും മറ്റുള്ളവരെ ആക്രമിക്കാൻ വന്നവരല്ല. നമ്മൾ അള്ളാഹുവിന്റെ സത്യവാചകം മനുഷ്യർക്ക് കൈമാറാൻ വന്നവരാണ്. ആ കൈമാറാൻ നമ്മുടെ മുമ്പിൽ മനുഷ്യരില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ദഅവത്ത്? ഇസ്ലാം സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളെയും വധിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ അല്ലല്ലോ. അങ്ങനെ ആണെങ്കിൽ പിന്നെ എന്തിന് ദഅവത്ത്, പിന്നെ എന്തിന് പ്രബോധനം, എന്തിന് ഖുർആൻ? അതിന്റെ അഭിസംബോധിത വിഭാഗം അവിടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിന് പ്രബോധനം? അതുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ല. അല്ലാഹുവിന്റെ വചനം ആലോചിച്ചു നോക്കൂ. ഉദിന ലില്ലദീന യുഖാതലൂൻ, ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് അവർക്ക് അനുമതി നൽകപ്പെട്ടിട്ടുണ്ട് തിരിച്ചു മറുപടി ചെയ്യാൻ. ബിഅന്നഹും ളുലിമൂ, അവരാക്രമിക്കപ്പെട്ടവരാണ് എന്ന കാരണത്താൽ. അതാണ് യുദ്ധത്തിന്റെ അനുമതി വന്ന ആയത്ത്. യുദ്ധത്തിന്റെ ആയത്തുകളാണ് ആ ആയത്തുകളെയാണ് പല ആളുകളും തെറ്റിദ്ധരിച്ചത്. സൂറത്തുൽ അൻഫാലിലും അറാഫിലും തൗബയിലും അഹ്സാബിലും ഒക്കെ വന്ന ആയത്തുകള് അല്ലാഹു തആല ഒരു യുദ്ധക്കളത്തിൽ, യുദ്ധം നടക്കുന്ന സമയത്ത്, ഒരു യുദ്ധമുഖത്ത് ശത്രുക്കളുമായി നേരിടുമ്പോൾ നിങ്ങൾ പോരാടണം എന്ന് പറഞ്ഞ ആയത്തുകൾ നമ്മൾ ഷോപ്പിംഗ് മാളിലേക്ക് എടുക്കരുത്, റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകരുത്, അങ്ങാടി തെരുവുകളിലേക്ക് കൊണ്ടുപോകരുത്, നിരപരാധികളുടെ മുമ്പിലേക്ക് എടുക്കരുത്. ഒരു യുദ്ധക്കളത്തിന്റെ നിയമമാണത്. ഇസ്ലാം ഒരു പാസിഫിസ്റ്റിക് റിലിജൻ അല്ല എന്നാണ്. എല്ലാം അടികൊണ്ടിരിക്കുക, അതല്ല ഇസ്ലാമിന്റെ രീതി. യുദ്ധം ചെയ്യാൻ ഇങ്ങോട്ട് വന്നാൽ ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം, ഒരു രാജ്യത്തിന്റെ സുരക്ഷിതത്വം, ഈ ഉമ്മത്തിന്റെ വിശ്വാസം, ആ വിശ്വാസത്തിനെതിരെ നടക്കുന്ന ഏതെങ്കിലും സന്ധി സമരങ്ങളെ നേരിടാനും പ്രതിരോധിക്കാനും നമുക്ക് അവകാശമുണ്ട്, വിശ്വാസ സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ. എന്നല്ലാതെ നമ്മൾ അക്രമം തുടങ്ങേണ്ടവരല്ല, നമ്മളത് തുടങ്ങാനോ ആരംഭിക്കാനോ പാടുള്ളവരല്ല. അള്ളാഹു നമുക്കത് നിരോധിച്ചിട്ടുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞതാണ്. ബദർ പോലും നടന്നത് പ്രതിരോധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതിരോധിക്കാൻ അനുമതി നൽകിക്കൊണ്ടാണ് ആയത്തിറങ്ങുന്നത്. ഉദിന ലില്ലദീന യുഖാതലൂൻ, ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്നവർക്ക് മറുപടി അള്ളാഹു അനുമതി നൽകിയിരിക്കുന്നു പ്രതിരോധിക്കാൻ. ഇങ്ങോട്ട് യുദ്ധം ചെയ്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ട് എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ബദർ യുദ്ധം നടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ശത്രുക്കൾക്ക് പോലും സ്വപ്നത്തിൽ ചില സ്വപ്ന ദർശനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആതിക ബിൻതു അബ്ദുൽ മുത്തലിബ്, ആതിക ബീവിക്ക് ഒരു സ്വപ്ന ദർശനമുണ്ടായി. ആതിക ബീവി സ്വപ്നം കണ്ടിട്ടുണ്ട്. എന്താണ് സ്വപ്നം? ആ സ്വപ്നത്തിൽ മഖ്തലു അദീദിൻ മിൻ സനാദീദി ഖുറൈശ്, ഖുറൈശികളിലെ ഒരുപാട് നേതാക്കന്മാർ കൊല്ലപ്പെടുന്നത്.
ആതിക ബീവി അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട്. ജുഹൈം ഇബ്നു സ്വൽത്ത് അവരും സ്വപ്നം കണ്ടിട്ടുണ്ട്. ഒരാൾ ഓടി വന്ന് പറയുന്നു, ഖുതില ഫുലാനുൻ വഫുലാനുൻ വഫുലാൻ, ഇന്നാലിന്ന ആളുകൾ മരിച്ചു, ഇന്നാലിന്ന നേതാക്കന്മാർ മരിച്ചുവെന്ന് ഖുറൈശികളുടെ നേതാക്കന്മാർ ഓരോരുത്തരായി മരിച്ചു വീണിട്ടുണ്ട് എന്ന സ്വപ്നദർശനം ജുഹൈം ഇബ്നു സ്വൽത്തിനുണ്ടായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരാളൊരു ഒട്ടകത്തെ കൊണ്ടുവരുന്നു, ആ ഒട്ടകത്തിന്റെ കണ്ഠത്തിൽ കത്തിവെക്കുന്നു, ആ ഒട്ടകത്തിന്റെ ദേഹത്തിൽ നിന്ന് ചോര ചിന്തുന്നു, അത് മുഴുവൻ ആളുകളുടെയും ദേഹത്തിലേക്കാകുന്നു. അള്ളാഹു അറിയിപ്പ് കൊടുക്കുകയാണ്, ഇതൊരു പരാജയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ഈ ഉമ്മത്തിനെ നിങ്ങൾ പ്രതിരോധിക്കരുതേ എന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ മറുപടി കൊടുക്കുകയാണ്. അബൂജഹൽ ഓടി വന്നു. അബൂജഹൽ മറുപടി കൊടുത്തു. അബ്ബാസ് എന്നവരോട് പറഞ്ഞു, ആതിക ബീവി ബന്ധുവല്ലേ? അബ്ബാസ് എന്നവരോട് പറഞ്ഞ മറുപടിയുണ്ട്, മാ കഫാനാ മിൻകും ബനിൽ മുത്വലിബ് ബനി അബ്ദുൽ മുത്വലിബ് ഹീന തനബ്ബഅ റിജാലുകും ഹത്താ തതനബ്ബഅ നിസാഉകും. അബ്ദുൽ മുത്തലിബിന്റെ മക്കളെ, ആണുങ്ങൾ കണ്ട സ്വപ്നം വരെ ഞങ്ങൾ വില വെച്ചിട്ടില്ല, പിന്നെയാണോ നിങ്ങളിലെ ആതികയെ പോലെയുള്ളവർ കാണുന്ന പെണ്ണുങ്ങൾ കണ്ട സ്വപ്നം? ഞങ്ങൾ യുദ്ധത്തിന് പോകും. പലരും പറഞ്ഞു. ഹക്കീം ഇബ്നു ഹിസാം ഉത്ബയോട് വന്ന് പറഞ്ഞു, ഉത്ബ, അബൂ സുഫിയാന്റെ കച്ചവട സംഘം അവർ രക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ. അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു. നമുക്ക് മുഹമ്മദ് നബി തങ്ങളെ എന്തിന് യുദ്ധം ചെയ്യണം? മുഹമ്മദ് നബി തങ്ങൾ നമ്മളോട് ഒരു ഉപരോധവും ചെയ്തിട്ടില്ലല്ലോ, ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് യുദ്ധം ഒഴിവാക്കിക്കൂടെ? ഉത്ബ പറഞ്ഞു, ഒഴിവാക്കാം. അബൂജഹലിനോട് ഇബ്നുൽ ഹൻദലിയ, ഇബ്നുൽ ഹൻദലിയ അബൂജഹലിന്റെ പേരാ, അംർ ഇബ്നു ഹിഷാം ഇബ്നുൽ ഹൻദലിയ. അബൂജഹലിനോടൊന്ന് ചോദിക്കട്ടെ. അബൂജഹലിന്റെ മറുപടി വന്നു, നമ്മൾ ഒരിക്കലും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നവരല്ല. അന്ന് ബദറിൽ ഒരു കച്ചവട മേള നടക്കുന്ന സമയമാണ്. നമ്മൾ അങ്ങോട്ട് പോകും. 3 ദിവസം നമ്മൾ അവിടെ താമസിക്കും. അവിടെ വെച്ച് ഒട്ടകങ്ങളെ അറുത്ത് മാംസം കഴിക്കും. അവിടെ വെച്ച് കള്ളു കുടിക്കും. പാട്ടുപാടുന്ന പെൺകുട്ടികൾ അവിടെ പാടും. അങ്ങനെ നമ്മൾ ആടിത്തിമർക്കും. ബദറിൽ നമ്മൾ ചെല്ലും 3 ദിവസം. എന്നിട്ട് ആഘോഷിച്ചിട്ട് നമ്മളെ കണ്ട് മുസ്ലിമീങ്ങൾ പേടിക്കണം. അങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ നമ്മൾ ബദറിലേക്ക് പോകാൻ നിശ്ചയിച്ചു. ഇത് വേണോ എന്ന് ചോദിച്ചപ്പോ വേണം എന്ന് ശഠിച്ചിരുന്ന ആളായിരുന്നു അബൂജഹല്. നോക്കണം, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ് അബൂജഹൽ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിന്റെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ അഖ്തഉനാ ലിർറഹ്മി വആതാനാ ബിമാ ലാ നഅരിഫു ഫഅഹിൻഹുൽ ഗദാ. അല്ലാഹുവേ, കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അബൂജഹൽ ചെയ്തൊരു ദുആയുണ്ട്. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ട്. അള്ളാന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചവരാ മക്കക്കാർ. അള്ളാഹനെ അവർക്കറിയാം. അല്ലാഹുവേ, അഖ്തഉനാ ലിർറഹ്മി, ആരൊക്കെയാണോ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞത്, ഞങ്ങൾക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത പുതിയൊരു മതം ഞങ്ങളിലേക്ക് കൊണ്ടുവന്നത് ആരോ, നാളെ രാവിലെ ആ ആളെ നീ നശിപ്പിക്കണേ. ആരാ കുടുംബ ബന്ധം മുറിച്ചത്? ആരാണോ ഞങ്ങൾക്കറിയാത്ത പുതിയ മതവുമായി വന്നത്, അവരെ നീ നശിപ്പിക്കണേ എന്ന് കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു സൂറത്തുൽ അൻഫാലിൽ അതാണ് പറഞ്ഞത്, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. നിങ്ങൾക്ക് വിജയം വേണമെന്ന് ചോദിച്ചിട്ടില്ലേ, ആ വിജയമാണ് ഈ വന്നിരിക്കുന്നത്. ആരാണോ കുടുംബ ബന്ധം മുറിച്ചത്, അത് എന്റെ നബിയല്ല, അത് നിങ്ങളാണ്. ആരാണ് കേട്ടുകേൾവിയില്ലാത്തത് കൊണ്ടുവന്നത്? ബിംബാരാധനയും അവിശ്വാസവും നിങ്ങളാ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവരെ നശിപ്പിക്കണേ എന്ന് പറഞ്ഞതിൽ ആ പറഞ്ഞ ആളുകളെ അള്ളാഹു നശിപ്പിച്ചപ്പോ പടച്ച തമ്പുരാൻ പറഞ്ഞു, ഫഖദ് ജാഅകുമുൽ ഫത്ഹ്, ദാ വിജയിപ്പിക്കണേ എന്ന് പറഞ്ഞില്ലേ, ആ വിജയാണ് ഈ വന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സ്വനാദീദ് ഖുറൈശിനെ നശിപ്പിക്കുകയാണ്. ഖിഫാഫ് ഇബ്നു ഈമാഉൽ ഗഫാരി, ഖിഫാഫ് ഇബ്നു ഈമാഉൽ ഗഫാരി, ഗിഫാർ ഗോത്രക്കാരനായ ഖിഫാഫ് മക്കക്കാരിലെ പ്രമാണിയാണ്. ഗിഫാർ ഗോത്രത്തിന്റെ മറ്റൊരു നേതാവാണ്. അദ്ദേഹം മക്ക വഴി വന്നപ്പോ മക്കക്കാരായ ആളുകൾ ബദറിലേക്ക് പോകുന്നത് കാണുന്നു. അവരോട് ചോദിച്ചു, അല്ല, നിങ്ങൾക്ക് ഒട്ടകങ്ങൾ വേണോ മാംസമായി ഉപയോഗിക്കാൻ? ഞാൻ തരാം. ചെറുപ്പക്കാര് വേണോ യോദ്ധാക്കളെ? ഞാൻ വിട്ടുതരാം. അങ്ങനെ അവരെ ആ ഒട്ടകങ്ങളൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, വസൽതർ റഹിമ, കുടുംബ ബന്ധം നിങ്ങൾ നിലനിർത്തിയല്ലോ.
വലഇൻ കുന്നാ നുഖാതിലു മുഹമ്മദൻ ബിന്നാസ് ഫഇന്നാ ലമുൻതസിറൂൻ. അബൂജഹൽ പറയുകയാണ്, വലഇൻ, ഇന്നത്തെ യുക്തിവാദികളെക്കാളും കുറച്ച് മെച്ചപ്പെട്ട ആളായിരുന്നു അബൂജഹൽ എന്നാണ്. ഈ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോളൂ. വലഇൻ കുന്നാ നുഖാതിലു മുഹമ്മദൻ ബിന്നാസ് ഫഇന്നാ ലമുൻതസിറൂൻ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് സർവ്വജനങ്ങളെയും സംഘടിപ്പിച്ച് മുഹമ്മദ് നബി തങ്ങൾക്കെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ജയിച്ചേക്കും. എന്നാൽ വലഇൻ കുന്നാ നുഖാതിലുല്ലാഹ മഅ മുഹമ്മദിൻ കമാ യസ്ഉമു ഫമാ ലിഅഹദിൻ ബില്ലാഹി മിൻ ത്വാഖാ. എന്നാൽ നമ്മളും മുഹമ്മദ് നബിയും ഒരുമിച്ച് അല്ലാഹുവിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. നമ്മൾ യുദ്ധം ചെയ്യുന്ന അല്ലാഹുവിനെതിരല്ല, നമ്മൾ യുദ്ധം ചെയ്യുന്ന മുഹമ്മദ് നബിക്കെതിരാണ്. ഇന്നത്തെ യുക്തിവാദികൾക്ക് പോലും ആ ഒരു മിനിമം റെസ്പെക്ട് സൃഷ്ടാവിനോട്, പടച്ച തമ്പുരാനോട് ഇല്ലല്ലോ. അത് വലിയ അപകടമല്ലേ? വലിയ അപകടമാണ്. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ. പിശാചവരുടെ കൂടെ വന്നു ഒരു യമനിയായ മനുഷ്യന്റെ തലപ്പാവ് ധരിച്ച് വൃദ്ധനായൊരു മനുഷ്യനെ പോലെ പിശാചങ്ങോട്ട് കടന്നു വന്നു. എന്നിട്ട് പിശാച് പറഞ്ഞു, ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ് വഇന്നി ജാറുൽ ലകും. ഇന്ന് നിങ്ങളെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. ഇന്ന് ആർക്കും നിങ്ങളെ നശിപ്പിക്കാൻ കഴിയില്ല. പിശാച് കാണുകയാണ് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുന്നു. ബിഖംസതി ആലാഫിൻ മിനൽ മലായികതി മുസവ്വിമീൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും തലപ്പാവ് ധരിച്ച 5000 മാലാഖമാർ ഇറങ്ങി വന്നു ബദറിൽ. 5000 സ്വഹാബികൾ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടാൻ വേണ്ടി പോകുമ്പോ അതാ തല പോകുന്നു. സ്വഹാബിമാർ ഒരു വഴിക്ക് നീങ്ങുമ്പോഴേക്കും ആ ശത്രുത വീഴുന്നു. ആരാണ് ചെയ്യുന്നതെന്നറിഞ്ഞില്ല. സ്വഹാബിമാരോട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബിമാരെ, നസലത്തിൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകളുണ്ട് ഈ മസ്ജിദിൽ. അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളോടൊപ്പമുണ്ട്. അല്ലാഹു അവർ ആമീൻ പറയുന്ന ആമീന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുആനെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിന് നീ വിജയം നൽകണേ റബ്ബേ, ഈ ഉമ്മത്തിനെ നീ സഹായിക്കണേ റബ്ബേ. നിന്റെ ഭാഗത്ത് നിന്നുള്ള നസ്ർ ഈ ഉമ്മത്തിന് നീ തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഇബ്ലീസ് പറഞ്ഞു ജനങ്ങളോട്, ജനങ്ങളെ, ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ പോവുകയാണ്. ഇബ്ലീസ് ഓടുകയാണ്. അവർ യമനി പണ്ഡിതന്റെ രൂപത്തിലാ വന്നത്. അയാൾ ഓടുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? പിന്നെ നിങ്ങൾ കണ്ട പോലെയല്ല, ഇവിടെ വേറെ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പോവാണ്. ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്ത ചില ആളുകളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ ഓടുകയാണ്. അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. പിന്നെ അവൻ ഓടി രക്ഷപ്പെടാണ്. ഇതാണ് ഇബ്ലീസിന്റെ പണി. ശത്രുക്കളെ, മുസ്ലിമീങ്ങൾക്ക്, ഇസ്ലാമിനെതിരെ, ദീനിനെതിരെ, ധർമ്മത്തിനെതിരെ, നന്മകൾക്കെതിരെ അവൻ ഒരുമിച്ച് കൂട്ടും. പക്ഷേ അല്ലാഹുവിന്റെ ഫതഹ് അങ്ങോട്ട് വന്നാൽ അവൻ കൈയൊഴിയും. നാളെ പരലോകത്തും അങ്ങനെയാണ്. നിങ്ങൾ എന്തിനാ എന്റെ കൂടെ കൂടിയത്? ഞാൻ വിളിച്ചു എന്റെ കൂടെ വരാൻ, നിങ്ങൾ വന്നു. അതുകൊണ്ട് ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ ചീത്ത പറയണ്ട, നിങ്ങൾ നിങ്ങളെ ചീത്ത പറഞ്ഞാൽ മതി. ഞാൻ വിളിക്കുമ്പോഴേക്കും നിങ്ങൾ എന്തിനാ ഓടി വന്നത്? പിശാച് നാളെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. യാ അല്ലാഹ്. അതുകൊണ്ട് നമ്മൾ മലക്കുകളുടെ കൂടെയാണ്, ധർമ്മത്തിന്റെ കൂടെയാണ്, നന്മയുടെ കൂടെയാണ്, അംബിയാഇന്റെ കൂടെയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. മഴ പെയ്തു. ബദറിൽ മഴ പെയ്തിട്ടുണ്ട്. അതിന്റെ അത്ഭുതം എന്താ വെച്ചാൽ, മുസ്ലിമീങ്ങളുള്ള ഭാഗത്ത് മാത്രം മഴ, അപ്പുറത്ത് മഴയില്ല. ആ മഴ കാരണം മുസ്ലിമീങ്ങൾ നിൽക്കുന്ന ഭാഗത്തെ മണ്ണൊക്കെ ശരിക്കും ഉറച്ചു. അവർക്ക് ശരിക്കും നടക്കാനും ഓടാനും പറ്റി. അവർക്ക് വെള്ളം കിട്ടി, ഭൂമി തണുത്തു. ഇത് അല്ലാഹു നിങ്ങൾക്ക് മനസ്സമാധാനമായി ഒരു തൂങ്ങിയുറക്കം തന്നില്ലയോ? ഉറക്കം ഒരു അനുഗ്രഹമാണ്. മനസ്സമാധാനം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ പറ്റുള്ളൂ. സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് ഉറക്കേ വരില്ല, അല്ലേ? ഇത് അല്ലാഹു നിങ്ങൾക്ക് സമാധാനമായി തൂങ്ങിയുറക്കം തന്നില്ലയോ? സമാധാനമായി യുദ്ധത്തിൽ തൂങ്ങിയുറങ്ങി. പേടിച്ചിട്ട് ഉറക്കം വരുമോ? 4 ദിവസത്തിന് ഉറക്കം വരുമോ? പക്ഷെ സ്വഹാബികൾ തൂങ്ങിയുറങ്ങിയെന്നാ. ബദർ യുദ്ധം നടക്കുമ്പോൾ നല്ല വിശ്രമിച്ചു, പേടിയില്ല. ആകെ 300 ആളുള്ളൂ, വരുന്നത് 1000-ലേറെയാണ്. 1000-ലേറെ. അതിൽ 700-ഓളം ഒട്ടകങ്ങളും കുതിരകളുമായി വാഹനങ്ങളുണ്ട്. സ്വഹാബത്തിന് ആകെ 70 ഒട്ടകം, അതിൽ താഴെ
300 ആളുകൾക്ക് സഞ്ചരിക്കാൻ 70 ഒട്ടകം, ഊഴമായി കുറെ ആൾ നടക്കണം, ഒന്നുമില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെ, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് പെരുമാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരയണമേ. ബദൽ പറഞ്ഞ വാക്കാണത്. നിങ്ങളോട് എന്തെങ്കിലും ആർക്കെങ്കിലും ഞാൻ വിഷമമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാപ്പ് തരയണമേ. അപ്പോഴാണ് ഒരു സ്വഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങന്റെ വയറിന് കുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അങ്ങയുടെ വയറിന് ഞാനും അതിന് പ്രതികാരം ചെയ്യട്ടെ. സ്വഹാബിമാരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. എന്താണ് ഈ പറയുന്നത്? ബദർ യുദ്ധത്തിന് സ്വഹാബികളെ നബി തങ്ങൾ സഫായി നിർത്തുമ്പോ നേരെ നിൽക്കണേ എന്ന് പറഞ്ഞ് സവാദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബിമാരുടെ വയറിന് നബി തങ്ങൾ മിസ്വാക്ക് ചെയ്യുന്ന മരക്കഷ്ണം കൊണ്ട് മെല്ലെ ഒന്ന് നേരെ നിൽക്കെന്ന് പറഞ്ഞ് പുറകോട്ടാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. മഹാനായ സ്വഹാബി നബി തങ്ങളോട്, നബിയേ, എന്റെ ശരീരത്തിലേക്ക് അങ്ങ് കുത്തുമ്പോൾ എനിക്ക് എന്റെ വയറ്റത്ത് വസ്ത്രമില്ല, അതുകൊണ്ട് ഹബീബിന്റെ വസ്ത്രമൊന്ന് പൊക്കിത്തരണം, എനിക്ക് പ്രതികാരമെടുക്കണം. ഇത് ലോകത്തോട് വിട പറയുന്നൊരു യാത്രയാവാം, അള്ളാഹുലേക്ക് പോകുന്നൊരു യാത്രയാണ്. ഇനി ഒരിക്കലും അള്ളാഹുവിന്റെ പടപ്പുകളോട് മറുപടി പറയാനോ അവരോട് പൊരുത്തപ്പെടിക്കാനോ പറ്റിയില്ലെങ്കിലോ റസൂലുള്ളാഹി തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് ഈ ലോകത്ത് പൈസ കൊണ്ട് തീർക്കാൻ പറ്റുന്ന വിഷയം വാക്കുകളെ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞു തീർക്കണേ. നാളെ പരലോകത്തേക്ക് വെച്ചേക്കല്ലേ. നാളെ പരലോകത്ത് ദീനാറും ദിർഹമുമില്ല. നാളെ അവിടെ നടക്കുന്ന കറൻസി നമ്മുടെ സൽക്കർമ്മങ്ങളാണ്. നന്മകൾ കൊടുക്കേണ്ടി വരും, തിന്മകൾ ഇങ്ങോട്ട് സ്വീകരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് പൊരുത്തപ്പെടിക്കണേ. സ്വഹാബിമാരോട് നബി തങ്ങളത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, മരണത്തിന് ഒരുങ്ങുന്ന ഒരാള് ചെയ്യേണ്ട പണിയാണ്. നമ്മളൊക്കെ ഓൺ എ ഡെയിലി ബേസിസ്, എപ്പോഴും ഉംറക്ക് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ മാത്രമല്ല പൊരുത്തപ്പെടിക്കേണ്ടത്, എപ്പോഴും പൊരുത്തപ്പെടിക്കണം. മാപ്പ് ചോദിക്കുക, പൊരുത്തപ്പെടാൻ വേണ്ടി പറയാം, പൊരുത്തപ്പെടിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ തങ്ങളുടെ മിസ്വാക്ക് കൊണ്ട് കുത്തിയതിന് പകരം ചോദിച്ചിട്ട് ഹബീബായ നബി തങ്ങൾ അവിടുത്തെ വയറിന്റെ ഭാഗത്തെ വസ്ത്രം പൊക്കിക്കൊടുത്തപ്പോ അങ്ങോട്ട് കുത്തുകയല്ല ചെയ്തത്. ആ സ്വഹാബി ഓടി വന്നുകൊണ്ട് തന്റെ മുഖവും തന്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ചിട്ട് ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധമായ വയറിൽ തുരുതുരാ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയേ, ഈ യാത്ര മരണത്തിലേക്കുള്ളൊരു യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ഹബീബായ നബിയേ, അതുകൊണ്ട് എന്റെ ശരീരം അവസാനമായി തൊടുന്നത് അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരമാവണം. അതുകൊണ്ടാണ് നബിയെ ഞാൻ അങ്ങയോട് പ്രതികാരം വേണമെന്ന് ചോദിച്ചത്. ഇത് പ്രതികാരമല്ല, ഇത് അങ്ങയുടെ ശരീരത്തോട് എന്റെ ശരീരം ചേർന്ന് നിൽക്കാൻ വേണ്ടി ഞാൻ കാണിച്ച ഒരു തന്ത്രമാണ് നബിയേ. ഒന്നുമല്ല, അങ്ങയുടെ ശരീരം ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ശഫാഅത്ത് കിട്ടുമല്ലോ, അങ്ങയുടെ പൊരുത്തമുണ്ടല്ലോ, അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന സ്വഹാബിമാർ. അതുകൊണ്ട് മുഅ്മിനെ, 2 വിഷയങ്ങൾ കണിശമായും ബദറിലൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. ഒന്ന്, ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ഹക്കിടപാടുകൾ ക്ലിയർ ചെയ്യുക, പൊരുത്തപ്പെടിക്കാനുള്ളത് പൊരുത്തപ്പെടിക്കുക. രണ്ടാമത്, അള്ളാഹുവിനോട് ശരിക്കും ദുആ ചെയ്യുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുമാർ, മദി നബിയേ മതി, അള്ളാഹു നിങ്ങളെ സഹായിക്കും നബിയേ എന്ന് ഹബീബായ നബി തങ്ങളുടെ കൈ പിടിച്ച് നിർത്തുന്നവരെ നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അള്ളാഹുവിന്റെ സഹായം ബദറിലേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ദീനിന് വിജയം ലഭിച്ച ഒരു അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഉമ്മത്തിന് ബദറിൽ തന്നെയാണ് ഫലസ്തീനിന്റെ മോചനം നടന്ന ഹെത്വീൻ എന്ന് പറയുന്ന യുദ്ധം, മഅറകത്തു ഹെത്വീൻ, കുരിശ് യോദ്ധാക്കൾക്കെതിരെ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബി റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയ പടയോട്ടവും ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനവും നടന്നത് ഒരു റമളാനിലായിരുന്നു. മഅറകത്തു ഹെത്വീൻ.